ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി ഇത് ഇപ്പോൾ വന്നിട്ട് പുള്ളിയുടെ സ്ഥലമാണ്, 500 രൂപ വേണമെന്ന് പറഞ്ഞു. പ്രൂഫ് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു മേളിൽ നിന്നൊരു പുള്ളിക്കാർ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. പുള്ളി അപ്പം പെർമിറ്റ് കാണിക്കാൻ, അതായത് ഈ ബേസ് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ പെർമിറ്റ് വേണം, പെർമിറ്റ് കാണിക്കാൻ പറഞ്ഞു. പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഒറ്റ ഓട്ടം വീഡിയോ ഓണാക്കിയപ്പോഴത്തേക്കിന് പുള്ളി ഓടി കേട്ടോ. നമസ്തേ ഗൈസ്. അപ്പം ഇന്ന് 3 ദിവസമായി കേട്ടോ ട്രക്കിങ് തുടങ്ങിയിട്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കിന് പ്രോട്ടീൻ വേണം, ഈ ഒരേ നടപ്പല്ലേ, അതുകൊണ്ട് പ്രോട്ടീൻ വേണം. താഴെ ഒരു ഷോപ്പ് ഇന്നലെ കയറി വന്ന വഴി കണ്ടായിരുന്നു, മുട്ട മേടിക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ താഴേക്ക് ഒന്നുകൂടെ ഇറങ്ങുവാണ്. ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഒരു 20 മുട്ട മേടിക്കുന്നുണ്ട്. മുട്ടയൊക്കെ മേടിച്ച് ഈ പേപ്പറും കൂടെ മേടിച്ച്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഈ പേപ്പറും കൂടെ മേടിച്ചത്. ഈ പേപ്പർ സെൻറ്ററിൽ നിന്ന് കീറിയിട്ട് സൈഡ് വഴി അടിക്കടിക്ക് വെച്ചിട്ട് മേലോട്ട് റോണ വെച്ചിട്ട് എന്തെങ്കിലും റബ്ബർ ബാൻഡ് എവിടുന്നേലും ചോദിച്ച് മേടിച്ചിട്ട് ഇട്ട് വെക്കുക. ഒരു മുട്ടയ്ക്ക് 30 രൂപ. മുട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പേപ്പർ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് വെച്ച് അടുക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് കീറിയിട്ട് മേളിൽ വെച്ചിട്ട് റബ്ബർ ബാൻഡ് വല്ല ഇട്ട് വെക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇവിടെ ഒരു മുട്ടയ്ക്ക് 30 രൂപ. നടന്ന് ഒരു ബോർഡ് വന്നു കേട്ടോ. യെസ്, ഇവിടെ ബോർഡുണ്ട്, ചുമറോങ് ഉണ്ടോ, ഇവിടുന്ന് റൈറ്റ്. ഈ ചുമറോങ് വില്ലേജിലോട്ടോ പോണ്ടേ. 5 മണിക്കൂർ നടക്കണമെന്നാണ് താഴെ പറഞ്ഞത്. അല്ല, വീണ്ടും ഫ്രണ്ടിലും ചോളം തൂക്കിയിട്ടേക്കുന്നത്. അടുത്തിപ്പം ബാഗിൽ അവിടെ വെച്ചിട്ടിരുന്ന കേട്ടോ. കുറച്ച് വെള്ളം, കുപ്പിയില്ല കയ്യിലുണ്ടായിരുന്ന കുപ്പി എവിടെയോ മിസ്സായി. ഇതിന്ന് വെള്ളം കുടിക്കാൻ പറ്റും. ഈ ഒരു ഫ്ലാസ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കയ്യിൽ. അതിലെടുത്ത് ഒന്നാമത് അതിൻ്റെ ആ ഒരു വെയിറ്റും കൂടെ വരും. പോകുന്ന വഴി ആരോടെങ്കിലും എവിടെയെങ്കിലും കുപ്പി ചോദിക്കണം, കിട്ടുവാണെങ്കിൽ ആദ്യം വെള്ളം എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളത് ഈ ഒരു ഫ്ലാസ്കാണ്. ഹലോ ഗൈസ്, പ്ലീസ് സപ്പോർട്ട് ഹിം. He is doing very hard. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ വഴി ചോദിക്കാൻ നോക്കിയിട്ടാണ്, ആരും കാണുന്നുമില്ല. ഇത് തന്നെ ആയിരിക്കും. ഏകദേശം അരമണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. നടന്ന് ഇവിടെ എത്തിയപ്പം താഴെ ഒരു വില്ലേജ് കാണുന്നുണ്ട്. നമുക്ക് അവിടെയല്ല പോകേണ്ടത്. ഒരു 5 മണിക്കുള്ളിൽ എങ്ങനെയും ചുമറോങ് വില്ലേജ് എത്തണം. ഇരുട്ടായി കഴിഞ്ഞാൽ ട്രക്കിങ് പാടായിരിക്കും. അതുകൊണ്ടൊരു 5 മണിക്കുള്ളിൽ ചുമറോങ് എത്തി ഇന്ന് ക്യാമ്പിങ് അവിടെ ആക്കാമെന്നാണ് തീരുമാനം. കാശിം ബ്രോ ഇവിടെ ഉണ്ട്, പുള്ളിയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴെ കാണുന്ന വില്ലേജിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്തേ റോഡിൻ്റെയൊക്കെ സ്ഥിതി മാറാൻ തുടങ്ങി കേട്ടോ. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ താഴോട്ട് മടുത്ത്. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഒരു കടയുടെ അവിടെയാണ്. പോകുന്ന വഴിക്ക് എല്ലാ കടയിലും ഇതുപോലെ മദ്യം, എല്ലാ കടയിലും മദ്യമുണ്ട് ഇതേപോലെ.
നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഫുഡ് കുഴപ്പമില്ല. കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നപ്പം ഇതാ ഇവിടെ വാട്ടർമെലൻ അയ്യോ, ഇതെങ്ങനെ ഞാൻ പോകും ഇടുന്നു? കല്ല കേട്ടോ കൊണ്ടുപോകുന്നതിനകത്ത്. അവർ ബേസ് ക്യാമ്പ് പോയതല്ല കേട്ടോ. ഞാൻ ചോദിച്ചപ്പം പൂൺ ഹില്ല് ട്രക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഒരു ഫാമിലി അവരുടെ ഗൈഡുണ്ട്. ഗൈഡ് പോർട്ടറൊക്കെ വെച്ചിട്ട് ട്രക്ക് ചെയ്യുന്നവരുമുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വിത്തൗട്ട് പോർട്ടർ, വിത്തൗട്ട് ഗൈഡ് ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ EBC എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഉറപ്പാണ് ഞാൻ ട്രക്ക് ചെയ്യും. സത്യം പറഞ്ഞാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഈ ബ്രോ ഇല്ലേ, ഈ കാശിം ബ്രോ എനിക്ക് ബോർഡറിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ബ്രോ ട്രക്കിങ്ങിന് പോകണമെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു അതെ ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എടുത്തടിച്ച് നോ പറഞ്ഞു പുള്ളിക്കത് വിഷമമായി. എനിക്കും പെട്ടെന്ന് എന്തോ പോലെ ഞാൻ പറഞ്ഞു പോരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി പുള്ളി എടുത്ത് അവിടെ വെച്ചേ പറഞ്ഞായിരുന്നു EBC ട്രക്കിംഗ് ആണെന്ന്. പുള്ളി ഓക്കെയും പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ പൊക്കറ എത്തിയപ്പോഴത്തേക്കിനാണ് പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത് പുള്ളിയുടെ കയ്യിൽ ജാക്കറ്റ് ഇല്ലയെന്ന്. അവിടെ ഏകദേശം -18ഒക്കെയാണ് ഇന്നലെ തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് വെതർ. അപ്പോൾ പുള്ളിയുടെ ജാക്കറ്റും ഇല്ല. ജാക്കറ്റ് ഇല്ലാതെ പോകുന്നത് നടക്കുന്ന കാര്യമില്ല. അതും -18 ഡിഗ്രിയാണ്. ഏകദേശം 5500 മീറ്ററോ അത്ര എന്താണ്ട് ഉയരത്തിൽ ചെല്ലണം. അപ്പം ജാക്കറ്റും കൂടി ഇല്ലെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്ത് ABC ആക്കി. പാട്ടൊക്കെ വെച്ച് നടക്കും കേട്ടോ. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ബ്രോ. ക്യാ ബോൾ चाय विलेज की कह ഓക്കെ. ഗാന്ത്രൂക്ക് വില്ലേജ് കഴിഞ്ഞു. ബ്രോ ചോമ്രോങ് വില്ലേജ് വഴിയുണ്ടല്ലോ ഇവിടെ. 1 2 3 ഇവിടെ ആരെ കാണും? ചോമ്രോങ് വില്ലേജ് अन्नपूर्णा बेस कैंप जाने के लिए चोमरांग विलेज हाँ. പുള്ളി പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു പയ്യൻ വരുന്നുണ്ട്, അവനോട് ചോദിച്ചു നോക്കാം. ബ്രദർ ചോമ്രോങ് വില്ലേജ് റോഡ്. അതിൽ മാപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഗാന്ത്രൂക്ക് വില്ലേജിൽ നിന്ന് ഇതുണ്ട് ചോമ്രോങ്, അവിടം വരെ പോകണ്ടേ. ചോമ്രോങ് വില്ലേജ് റോഡേ. ഓക്കെ ധന്യവാദ്. ഇതുപോലെ 1.5 മണിക്കൂർ നടക്കുമ്പോൾ ഇതുപോലെ ആരെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ അവരോട് ചോദിക്കുക. പിന്നെ ഈ മാപ്പ് നോക്കി അതിൽ വില്ലേജ് പിടിക്കുക.
മടുത്ത് കേട്ടോ ഇവിടെ നിന്ന്. ഇനി ഒരു ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി. ചായ ആണല്ലോ എല്ലാം. കനാ बोलो नाम कमल छेत्री। कमल छेत्री। विजय छेत्री, कमल छेत्री, भाई बहन हो ना आप? तो दोस्तों यहाँ पर अपन को कुछ नेपाली बच्चे मिले। എൻ്റെ പിള്ളേർ നമ്മൾ ചായ ഇടാൻ പോയിരുന്നു. അപ്പോൾ അവർ കണ്ടിട്ട് വന്നാട്ടെ. और यहाँ पर अपने अभी चाय बनाने का ताड़े प्रोग्राम रे। स्टार्ट होने वाला है। यहाँ पर കിടിലൻ വാട്ടർഫോളോ മതി എന്തോ സാധനം നല്ല ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ. ചായ ഉണ്ടാക്കാൻ വെള്ളം വേണം. നമ്മുടെ കയ്യിലാകെ ഒരു ചെറിയ കുപ്പിക്കകത്ത് വെള്ളം. ഓ അച്ഛാ പാനിയെ ड्रिंकिंग के लिए पीने के लिए अच्छा है. ഓക്കെ. केवल ये जो कि जो डायरेक्ट പിള്ളേർ പറഞ്ഞത് നല്ല വെള്ളമാണെന്ന് പറഞ്ഞു. कमल छेत्री भैया पानी पी रहे हैं यहाँ पर। നല്ല വെള്ളമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ വെള്ളം എടുത്തിട്ട് ചായ ഉണ്ടാക്കാം. ആകെ ആ ചെറിയൊരു ബോട്ടിൽ മാത്രം വെള്ളം മാത്രമേ ഉള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ചായ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്പൂണില്ല കേട്ടോ. സ്പൂണില്ലാത്തതുകൊണ്ട് കത്തിയിട്ട് അളക്കുന്നത്. अरे चाय पत्ती ആ चाय पत्ती ചായ സെറ്റായിട്ടുണ്ട്. ബാക്കിൽ വഴിയാട്ടോ. പക്ഷെ വണ്ടിയൊന്നുമില്ല. മടുത്തപ്പോൾ ഇരുന്നാ. ഓ ഓ ആ അന്നപൂർണ മൗണ്ടൻ ഫുള്ള് ക്ലൗഡ് കൊണ്ട് മൂടിയേക്കുന്നത്. हेलो सर। अन्नपूर्णा बेस कैंप, अन्नपूर्णा ट्रकिंग कंप्लीटेड. हाँ जैसे मेरा ट्रकिंग फ्रॉम चाइना, कोरिया। ओके। तो दोस्तों यहाँ पर कुछ फॉरेनर आए जिन्होंने अन्नपूर्णा बेस कैंप की ट्रैकिंग अभी कंप्लीट करके आ रहे हैं ये लोग. और यहाँ पर चाय पी रहे हैं अपन. ഇവർ ട്രക്കിങ് കഴിഞ്ഞിട്ട് വരുന്നുണ്ടോ. ഇവരുടെ അടുത്തും ഗൈഡൊന്നുമില്ല. ഹലോ. അതായത് ഈ പുള്ളി ഗൈഡാട്ടോ. അതായത് ഇയാൾ ഗൈഡ് പോർട്ടർ. ബൈ ബൈ. അവർ ഗൈഡൊക്കെ വെച്ചാ ട്രക്ക് ചെയ്തേ. നമ്മൾ ഗൈഡ് പോലും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞ് ഇന്ന് ചൊമ്പ്രോം വില്ലേജ് എത്തുന്ന ഇച്ചിരി ടാസ്ക്കാണ്. കാരണം ഇവിടുന്ന് 4-5 മണിക്കൂർ മാക്സിമം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും ആ വില്ലേജ് എത്തത്തില്ല. അപ്പോൾ എവിടെ ടെൻ്റ് അടിക്കും? ക്യാമ്പ് ചെയ്യാനായിട്ട് പോകുന്ന വഴി എവിടെയെങ്കിലും നല്ല സ്ഥലം കാണുമ്പോൾ അവിടെ ഇങ്ങനെ നിർത്തണം. അല്ല അധികം അവിടെ ചെന്നിട്ട് അടിക്കത്തുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇരുട്ടാവും. നൈറ്റ് ട്രക്ക് ചെയ്യുന്ന നല്ല ടാസ്ക്കാണ്. ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് നടന്ന് ഒരു പാലം കേട്ടോ. കാശിം ബ്രോ പുള്ളി അതുവഴി നേരെ നടന്ന് ഇവിടെ എത്തി. ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങോട്ട് ഇറങ്ങി. പുള്ളി അതാ എന്നിട്ട് ആ കാട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. വഴി അറിയാതെ ഇവിടെ നിൽക്കുമായിരുന്നു. എൻ്റെ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഈ വഴിയാണ്. ഖാസിം ഭായ് ഈ വഴി നടന്ന് അങ്ങാറ്റം പോയിട്ട് ഞാൻ ഇപ്പോൾ തിരിച്ചു വിളിച്ച് ഈ വഴി കേട്ടോ. പിള്ളേരുണ്ട് കേട്ടോ പുറകെ. കുറച്ച് പിള്ളേരൊക്കെ പുറകെ വരുന്നുണ്ട്. ഇത്ര നേരം ആരും ഇല്ലായിരുന്നു. ആ ഏ റോഡ്. ആ
ധന്യവാദ്. ദേ മച്ചാൻ താഴെ നിന്ന് ഇതുവഴി കയറി ഇങ്ങനെ വന്നു കേട്ടോ. വാട്ടർ ക്രോസ്. ഈ ബാഗും വെച്ചുകൊണ്ട് ചാടാനും പറ്റത്തില്ല. ഇനി നടക്കുന്ന ഇനി മൊത്തം കയറ്റം കേട്ടോ. ഇവിടെ ഒരു ചേച്ചി കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടിച്ചിടിച്ച്. ഇതേപോലെ അവിടെ മാച്ചുപ്പുച്ചേരി മൗണ്ടൻ തലയുയർത്തി നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ഇതിലും നല്ല കിടിലം വ്യൂ കിട്ടും. ഒന്ന് എഴുതി കുറച്ച് ലോക്കൽസിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. വല്ലാട്ടുന്നുണ്ടോ? ഒരു ബിസ്ക്കറ്റ് കൊടുത്തതിൻ്റെ സ്നേഹം. 5 മണിയാവുന്നതിന് മുമ്പേ ഇതുപോലെ വല്ല ഒരു ടെൻ്റ് അടിക്കാണ്ട് ഈ ഒരു മൂടുള്ള സ്ഥലം കിട്ടുവാണെങ്കിൽ കൊള്ളായിരുന്നു. ഇന്നലെ നമ്മൾ നേരത്തെ 2 മലയാളീസ് വന്നിട്ട് അവിടെ എല്ലാം ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചോദിക്കുന്നു. ഒരു നൈറ്റ് ജസ്റ്റ് ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് 500 ഒക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇനി മേലോട്ട് കയറും തോറും റേറ്റും കൂടും. എല്ലാത്തിൻ്റെയും ഫുഡിൻ്റെ, വെള്ളം, ഫോണൊന്ന് ചാർജ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം റേറ്റ് കൂടും. മടുത്ത് കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കണം. ആ ഒരു വില്ലേജ് ഉണ്ടോ, അതുവഴി ഇങ്ങനെ നടന്നിട്ട് ആ കാണുന്ന വഴി ഈ മലയുടെ സൈഡ് വഴി ഈ മലയിലോട്ട് ക്രോസ് ചെയ്ത് അങ്ങനെ ഇവിടെ എത്തി. ബാഗെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അത്യാവശ്യം കുറച്ച് നടക്കാനായിട്ടുണ്ട്. പിന്നെയും നടക്കാൻ തുടങ്ങി. മച്ചാൻ ചുമ്മാ വഴിയൊന്നും നോക്കാതെ പോവാ. ഇപ്പം ഞാൻ വിളിച്ചില്ലായിരുന്നു, പുള്ളി അങ്ങ് പോയേനെ. ഇവിടെ ഒരു ബോർഡുണ്ട്, ചൊമ്പ്രം 7 കിലോമീറ്റർ. ഇതുണ്ടോ, ഇതാണ് കേട്ടോ ആ ഷോർട്ട് കട്ട്. എനിക്ക് തോന്നുന്നു മറ്റേ നല്ല വഴി തന്നെയായിരുന്നു, പക്ഷേ ഷോർട്ട് കട്ട് ആണോ നടത്തി. ഇനി ഇത് തന്നെയാണെന്ന് തോന്നുന്നു വഴി. ഇങ്ങനെ ഈ കുത്തനുള്ള കയറ്റം കയറുന്ന ടാസ്ക്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നുണ്ട് ലേറ്റ് ആകുന്നത്. ആഷിംബായി നേരത്തെ തന്നെ നടന്ന് മേളിലേക്ക് പോയിട്ടുണ്ട്. പുള്ളി ശോകമാകുന്നുണ്ട് കുറച്ച്. ഈ ഒരുമാതിരി ടൂറിസ്റ്റ് മൂഡ് കളിക്കുന്നുണ്ട്. അതായത് ഇതുവഴി ഇപ്പോൾ കയറി അപ്പം പുള്ളി നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് നേരെ അവിടെ ചെന്ന് തന്നെ അപ്പം തന്നെ അങ്ങോട്ട് പോകണം എന്നുള്ള മൂഡിലാണ് വന്നിട്ട് കാര്യമില്ല. വരുന്നവർ ഇഷ്ടം പോലെ വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറുവാണെങ്കിൽ അവരവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെ അവിടെ ജീവിക്കുന്നത് എന്നൊക്കെ കാണാൻ പറ്റും. എനിക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടം. പക്ഷെ പുള്ളി ഇപ്പം ഇങ്ങോട്ട് കയറിയാ കയറ്റാം. എൻ്റെ ദൈവം പറയാൻ പറ്റുന്നത് ഇങ്ങനെ കയറിയെന്ന് നല്ല ഹാർഡായിരുന്നു. ബ്രീത്തിങ് ഒക്കെ എന്തോ ഞാൻ എങ്ങനെ പറയാം, എനിക്കറിയത്തില്ലത്. मेरा पास चॉकलेट नहीं है, मेरा पास ये मूसली आपका चाहिए? मूसली चाहिए क्या? थोड़ा सा चेक कर लो. इधर आओ. Your hand. क्या है? प्रोटीन बार. A for प्रोटीन. अच्छा है. लो हाँ? थोड़ा सा खाओ. लो ना. ഇടയ്ക്ക് ഞാൻ ഒരേ നടത്തമല്ല, അതിനിടയ്ക്ക് ഫോർ എനർജി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൈ വെക്കുന്നത് നല്ലതായിരിക്കും. അതെ ബ്ലോഗ് आपका घर कौन सा घर? उधर है ओ ओके मेरा मम्मी बाबा दे देना. दे दो. നമ്മൾ താഴെ വെച്ച് കണ്ട പിള്ളേർ വരുന്നുണ്ട് കേട്ടോ. ഇതാ വരുന്നു. അവർക്ക് കുറച്ച് യോഗ ബാർ മ്യൂസിലേക്ക് കൊടുത്തോട്ട് പിള്ളേരുടെ വീടതാ
നമ്മളിത് വെള്ളം തീർന്ന്, കുറച്ച് വെള്ളം പോയി ചോദിച്ചാലോ? നമ്മൾ വെള്ളം തീർന്നു കേട്ടോ. അപ്പം ഈ കൊച്ചി വെള്ളം തരാമെന്ന് പറഞ്ഞു. കേട്ടോ അവരുടെ വീട്. पीने के लिए पानी है? पीने के लिए पानी है? ഇനി അവിടെ നിന്ന് 7 കിലോമീറ്റർ കണ്ടത്. ഇനി ഇവിടുന്ന് ഇനി കറങ്ങി എന്തോരം പോകണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ വെള്ളമൊക്കെ തീർന്നു കഴിഞ്ഞാൽ വരി വെച്ച് പോസ്റ്റ് ആവും. അപ്പം ഇവിടുന്ന് അത് ഫില്ല് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച്. हम तुमको ऐसे लेके चले जाएगा चलेगा हमारे साथ ऊपर चलेगा चलो बिस्किट बिस्किट सब देंगे हाँ ഓക്കെ. ഇരുത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നടത്തം. പിന്നെ ഉണ്ടല്ലോ ഈ അന്നപൂർണ പെർമിറ്റ് ഞാനെടുത്തത് പൊക്രയിലെ നേപ്പാൾ ടൂറിസം ബോർഡിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എന്താ ഒരു നേപ്പാളി 1000 രൂപയാവും. പിന്നെ ആധാർ കാർഡ് 2 ഫോട്ടോ. അല്ലാതെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ എന്തുവാ ജസ്റ്റ് ABC ട്രക്കിംഗ് പെർമിറ്റ് അടിച്ചാൽ മതി. ഒരു സ്കാനർ വരും, ചെക്ക് പോസ്റ്റിൽ കാണിച്ചാൽ മതി അത്. പക്ഷെ അത് ഇവിടെ ഈ അന്നപൂർണ റീജിയൻ എത്തുന്നതിന് മുമ്പേ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. അങ്ങനെ 1 മണിക്കൂറത്തെ നടത്തത്തിന് ശേഷം ഒരു റോഡ് കിട്ടി കേട്ടോ. ഷോർട്ട് കട്ട് പിടിച്ചു വന്നാൽ ഒരു 1.5 ഷോർട്ട് കട്ടായിപ്പോയി. പക്ഷേ ഉണ്ടോ മൊത്തം മണ്ണ് ഉള്ള വഴിയാ. ഇവിടുന്ന് താട്ട് നോക്കി എൻ്റെ ദൈവമേ. ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. അണ്ണനോട് ഞാൻ പറഞ്ഞതാ പയ്യപ്പോന്ന്. പുള്ളി ജെറ്റാ. ഞാൻ പയ്യെ സ്റ്റെപ്പ് കയറുവാണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് എണ്ണിക്കൊണ്ട് നടക്കും. പിന്നെ ഇതുവഴി ഇങ്ങോട്ട് കയറാൻ നേരത്ത് ഇഷ്ടംപോലെ വ്യൂ ഉണ്ട്. അതൊക്കെ കണ്ട് പയ്യെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പുള്ളി ജസ്റ്റ് താഴോട്ട് നോക്കി ഒറ്റ നടപ്പാ, സ്പീഡിൽ നടക്കുന്നത്. ഇങ്ങോട്ട് കയറാൻ നേരത്ത് ഓക്സിജൻ ഇച്ചിരി സീനാണ്. അപ്പം അങ്ങനെ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂസൊക്കെ വരുന്നത്. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പണി തീർന്നു. പുള്ളിയോട് ഞാനത് പറയുന്നുണ്ട്. പുള്ളി പിന്നെയും അതേപോലെ തന്നെ നടക്കുന്നത്. പിന്നെ പറയാനാ. എന്നിട്ട് ഞാൻ പയ്യെ നടന്നു വരുമ്പം പുള്ളി ഏതെങ്കിലും വഴിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാനും അവിടെ പയ്യിരിക്കും. ഇവിടുന്ന് വഴി മാപ്പിൽ നോക്കുമ്പോൾ വഴിയൊന്നും കാണുന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ മേളിലായത് വെട്ടിക്കൊണ്ടിരിക്കുന്ന പുള്ളിയോട് ചോദിച്ച് ചൊമ്രോങ് വില്ലേജ് ഇതുവഴിയാണോ? ഇതുവഴി തന്നെ. അപ്പം ബാഗ് നിറച്ച് അത്യാവശ്യം നല്ല വെയിറ്റുണ്ട് ബാഗിന്. എൻ്റെ ഈ 2 ബാഗുണ്ട്. പുള്ളിയുടെ ആകെ 1 ബാഗ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ 2 ബാഗും കൊണ്ടാക്കി തരണേ. എനിക്ക് ചെക്ക് ചെയ്യണം എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് എന്തോരം ഉണ്ടെന്ന്. നടന്നു വന്നപ്പം ഒരാൾ മേളിൽ നിന്ന് വിളിച്ച്. അപ്പം പുള്ളി പറഞ്ഞ് ഞങ്ങളീ നടക്കുന്നത് ഭയങ്കര ലോങ് റൂട്ടാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ്, ഞാൻ ചോദിച്ച് എങ്ങനെ മേലോട്ട് വരുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് നേരെ നടന്നു വാ, അവിടെ നിന്ന് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പുള്ളിയും ചോമ്രോങ് വില്ലേജിലേക്ക്. ഇപ്പം കേട്ടോ നമ്മളെ നോക്കി നിൽക്കും അവിടെ. ഇവിടെ നടന്നിട്ട് പുള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ബ്രോ India from Yeah, right? Kerala, Rajasthan. Yo, Kerala. आप Kerala. आप किधर से? हम यहीं से चोंगरुंग विलेज this way this is the way हाँ this short way हाँ आप लोग रोड से आ रहे थे ना हाँ हाँ तो ज़्यादा रिंग पड़ता है वो लंबा होता है हाँ
आज कहाँ तक है वैसा? चोंगरोंग विलेज तक। आज यस, नहीं हो पाएगा। हो पाएगा। अगर रास्ते बता रहे हैं आज तो नहीं पहुंच। ഇവിടെ നിന്ന് ഇനി 3 മണിക്കൂറുണ്ടെന്നോ? नहीं देखिए इसको करना അയ്യോ, क्या नाम है ഇപ്പം രാത്രിയാവും. आपका? प्रेम आपका? मेरा नाम कासिम। थैंक यू। यही बैठना है कि चलना है इससे आगे? अभी तो आगे चलना है। अभी आगे चलना ഹായ്, है। കേരള से. केरला से। हाँ. ट्रेन टाइम की बैठना है कि होटल में? ट्रेन है अपना? ट्रेन? हाँ, टेंट आपका पास है. अच्छा। मेरा पास टेंट. ट्रेन को बस साले उतार रखे हैं। फुल कुकिंग सेटअप. पूरा कुकिंग सेटअप. हाँ, कुकिंग सेटअप आ गया। കുറേ നേരത്തെ നടത്തതിന് ശേഷം ഒരു വീടോ ഹോം സ്റ്റേ എന്തോ ഉണ്ട് ഇവിടെ. സ്റ്റിൽ 1 മണിക്കൂറായിട്ട് ഞാൻ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബാഗൊന്നും ഞാൻ താഴെ വെച്ചിട്ടില്ല. പുള്ളി വീഡിയോ നടക്കും, എവിടെയെങ്കിലും പോയി പുള്ളി നിൽക്കും. പുള്ളി റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ റെസ്റ്റ് എടുക്കാതെ ഇപ്പോൾ ഇവിടെ വരെ ട്രക്ക് ചെയ്തേ. ഈ പുള്ളി പറഞ്ഞ് ഇനി ഇവിടുന്ന് 3 മണിക്കൂറുണ്ടെന്ന്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പുള്ളിയുടെ പോയി ചെല്ലാം ചോമ്രോങ് വില്ലേജിൽ. ബട്ട് എൻ്റെ കയ്യിൽ ജാക്കറ്റ് ഉണ്ട്. കാശിംബായുടെ കയ്യിൽ ജാക്കറ്റ് ഇല്ല. അതുകൊണ്ട് ഒരു 5:30-6 മണിക്കുള്ളിൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്തണം. അല്ലെങ്കിൽ എനിക്കും ഓക്കെ, പുള്ളിയുടെ കാര്യം സീനാവും. പുള്ളിയുടെ ജാക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബ്രോ, ഹിംചൂലി. ഓ, ഇത് ഹിംചൂലി മൗണ്ടൻ. ആ മേഘം കൊണ്ട് മൂടി നിൽക്കുന്ന അന്നപൂർണ. बेस कैंप किधर? इसी के पीछे। अन्नपूर्णा माउंटेन का बैक साइड? लोग इस तरफ जाओगे और उधर से पीछे जाओगे। ओह, ओके ओके. दिस माउंटेन का? हाँ, पीछे। Okay. इधर ए एमबीसी बेस कैंप? इधर पे रहेगा, वो माथा से उस तरफ रहेगा। ओके. You will just get down there, Chumrung, right हाँ, from हाँ. there. Where is Chumrung? Here. Yeah, from behind this. Okay, okay. Behind this, just right behind this. गांव का नाम क्या था इसका? Chumrung. Chumrung. तो अभी फिलहाल हम Chumrung नाम पे। ഇതെനിക്കറിയത്തില്ലായിരുന്നു. ഇത് MBC അല്ല, ഹിംചൂലി മൗണ്ടൻ. ഈ മലയുടെ അപ്പുറത്തെങ്ങാണ്ട ഇത് ബേസ് ക്യാമ്പ്. ഇനി 3-4 ദിവസം കൂടെ നടക്കേണ്ടി വരും. കറക്റ്റ് അറിയത്തില്ല. നമ്മുടെ നടത്തം പോലെ ഇരിക്കും. പെട്ടെന്ന് എന്തായാലും കയറുന്നില്ല, പയ്യെ പോകുന്നുള്ളൂ. എന്നിട്ട് പിന്നെയും നടക്കാൻ തുടങ്ങി. ഇനി കുറച്ച് നേരത്തേക്ക് ഇറക്കുക. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്, പുള്ളി പറഞ്ഞ കേട്ടോ. പുള്ളിയോട് പറഞ്ഞു, പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്താ. പക്ഷേ കാശിംബായുടെ കയ്യിൽ ജാക്കറ്റ് ഇല്ല. അതുകൊണ്ട് ഏകദേശം ട്രക്ക് ചെയ്യുകയാണെങ്കിൽ 7 മണിയാകുമ്പോൾ എത്തും. ഒരു 6 മണിക്ക് മുമ്പേ നമുക്ക് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യണം. അല്ലെങ്കിൽ പുള്ളിയുടെ ജാക്കറ്റ് ഇല്ല, പണി കിട്ടും. അതുകൊണ്ട് മറ്റേ പുള്ളിയോട് പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളി പോകട്ടോ. പുള്ളിക്ക് ഈ വഴിയാണ് പോകണ്ടേ, നമുക്ക് ഈ വഴി താഴേക്ക് പോകണം ഫുള്ള് കേട്ടോ. പുള്ളി Just check your things regularly. Hmm. You can lose anything right away. ട്രക്കിംഗ് ടൈം. Yeah. ഓക്കെ While ഓക്കെ trekking, you can lose anything anywhere. ഓക്കെ So ഓക്കെ keep checking your things. ഓക്കെ Okay. Have a Okay. safe trip. ഓക്കെ ബൈ. Have a safe trip. Okay. ടീക്കേ ബൈ. Okay. Bye bye. പുള്ളി അതുവഴി പോയി. നമുക്കിനി പോകാനുള്ള വഴി ഇതാ. ഈ കാട് വഴി താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാട്ടിൽ കൂടെ കേട്ടോ നടക്കുന്നത്. ഒരു നദിയുടെ സൗണ്ട് താഴെ നിന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ സ്വർഗത്തിലെത്തി. ഇപ്പം നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇത്രയും വെയിലുണ്ടായിട്ടും ഇത്രയും നേരം വരെ ഞാൻ നല്ല രീതിക്ക് വിയർത്തായിരുന്നത്. ഈ ജാക്കറ്റ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബാഗെല്ലാം ഊരി അവിടെ നിന്നപ്പം ജാക്കറ്റ് നനഞ്ഞിരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തണുക്കാൻ തുടങ്ങി. കുഴപ്പമില്ല. പക്ഷേ പിന്നെ നടക്കുമ്പം വിയർക്കും. അപ്പോൾ പിന്നെ ആ തണുപ്പങ്ങ് പോകും. ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്. ഫോറസ്റ്റ് തന്നെ കേട്ടോ, ഇതൊരു കാടാണ്.
ഞാൻ ഓർത്ത് എൻ്റെ പുറകെ കാണുമെന്ന്. നോക്ക്, ഇറക്കവാ. മേളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് വഴി ഫുള്ളും കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റായി ഇപ്പം ഇത് നടക്കാൻ തുടങ്ങിയിട്ട്, ഈ കാട്ടിൽ കയറിയിട്ട്. ഈ വെയിറ്റും ഈ താഴോട്ടിറങ്ങുന്ന ഇതെല്ലാം വെച്ച് ഫുൾ സ്ട്രെയിൻ കാലിലാട്ടോ. പുള്ളി ഇങ്ങനെ നടക്കുന്നു. പുള്ളിയുടെ ഈ ട്രക്കിംഗ് ഷൂ ഒന്നുമില്ല, പക്ഷേ വരുന്ന വഴിയല്ല ഇതേപോലെയാ, മണ്ണാ. പുള്ളി നടക്കുമ്പോൾ തെന്നിപ്പോകുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് പുള്ളി പറഞ്ഞ് പയ്യെ പോയാൽ മതിയെന്ന്. പുള്ളി ഇപ്പോൾ നേരത്തേക്കാളും സ്പീഡ് കുറച്ച് പയ്യെ പോകുന്നത്. ഇവിടെ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല, ആ പോക്കങ്ങ് പോകും ഇവിടുന്ന്. കയറ്റം കയറുന്നതും ഇറങ്ങുന്നതും അത്ര സിമ്പിളല്ല. കാട് ഇതുവരെയും തീർന്നിട്ടില്ല. ഒരു മൊത്തം 1.5 മണിക്കൂറായി ഇപ്പം നടക്കുന്നു. പുള്ളി ബാക്ക് സപ്പോർട്ടില്ല, എന്നിട്ട് പുള്ളി ഒരു വടിയൊക്കെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. എന്താ കാര്യം ഇത്രയും വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്? വെയിറ്റ് കുറേയൊക്കെ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ടും ഈ ട്രക്കിങ് അത്ര രസമുള്ള പരിപാടിയല്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരായിരുന്നോ. ഈ പുള്ളിയെ വഴി വെച്ച് കിട്ടിയോണ്ട് പിന്നെ പുള്ളി വന്നോട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് വിഷമമായി. പിന്നെ ഞാൻ പറഞ്ഞു പോരാൻ പറഞ്ഞു. പക്ഷെ മാക്സിമം എല്ലാവരും ഗ്രൂപ്പായിട്ട് വരാൻ നോക്കുക. ഇപ്പം തന്നെ കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു കാട്ടിൽ പെട്ടുപോയതിന്. ഒറ്റയ്ക്കൊക്കെ ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഒരു 2, 3, 4 പേരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എപ്പോഴും. ഇപ്പം ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. താഴെ ഒരു റിവർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ അവിടെ എവിടെ എനിക്ക് ക്യാമ്പ് ചെയ്യണം. ഇപ്പം 5 മണിയായി. 6 പതി അവിടെ ചെല്ലും. ആ താഴെ അവിടെ ക്യാമ്പ് ചെയ്യണം. ഒരു ലേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. കാലൊക്കെ നല്ല പെയിനുണ്ട്, പക്ഷേ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പോയാൽ പിന്നെയും ലേറ്റ് ആവും. അതുകൊണ്ട് ഇപ്പം 5:15 6:30 മുമ്പേ താഴെ എത്തണം. നടന്നിട്ട് എത്തുന്നില്ല. ഏകദേശം വൈകുന്നേരം ആയപ്പം മൗണ്ടൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങി. കാസിംബായി എങ്ങോട്ടോ നടന്നുപോയി. ഞാൻ വീഡിയോ എടുത്ത് തങ്ങി വയ്യെ പോകുന്ന പുള്ളി താഴെ ചെന്ന് കാണും. കാസിംബായിനെ കിട്ടി കേട്ടോ. പുള്ളി ഇവിടെ നിൽക്കുമായിരുന്നു. പുള്ളി മടുത്തിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. ഇവിടെ ഒരു പാലമുണ്ട്, തടിയും കൊണ്ടുണ്ടാക്കിയത്. വെളിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഏകദേശം ഈ കാട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാക്കിലൊരു റോഡുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ അവിടെ എത്താൻ പറ്റുമായിരിക്കും. ഇവിടെ മറ്റേ പാലം ക്രോസ് ചെയ്ത് ഞാൻ മടുക്കുമ്പം ഇതുണ്ടോ വെള്ളച്ചാട്ടം, അതിലൊന്ന് മോൻ കഴുകി പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിനൊക്കെ നോക്കി നിൽക്കും. ഈ കാട് മൊത്തം ഇപ്പോൾ ഇറങ്ങി വന്നേ. മറ്റേ കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു. 6 മണിയായി, പക്ഷേ ഇപ്പോഴും വെട്ടമുണ്ട്. അവിടെ ഒരു സ്ഥലം കിട്ടിയത്, പക്ഷേ ആ 2 പട്ടികളുണ്ടായിരുന്നു. അമ്മ ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് തെറിച്ച് രാത്രി പുറത്തൊക്കെ വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ എന്തെങ്കിലും പോസ്റ്റ്
വന്നിട്ടുണ്ടെങ്കിൽ പരിപാടിയെല്ലാം പാളും. ഇരുട്ടാവുന്നുണ്ട് കേട്ടോ. താഴെ എത്തി ഏകദേശം. ഇവിടെ ടെൻ്റ് അടിക്കുന്നു. ഇരുട്ടായി തുടങ്ങി. ഇവിടെ ടെൻ്റ് അടിക്കാൻ ഓർത്ത് കേട്ടോ. ഇതൊരു നദി, ഇവിടെ നമുക്ക് വെള്ളം എടുക്കാം കുക്ക് ചെയ്യാനായിട്ടൊക്കെ. പരിപാടിയെല്ലാം പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ ശരിയാത്തില്ല. ओके ടെൻ്റെല്ലാം അടിച്ചിട്ടുണ്ട്. ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കസിൻ ബാഗ് ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഇതിൽ വെള്ളമില്ല. ഈ കുപ്പിക്കകത്തും ഇതിനകത്തും എടുത്തുകൊണ്ട് വരാൻ കേട്ടോ, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു വെള്ളച്ചാട്ടം കേട്ടോ. അങ്ങ് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം എടുക്കാനായിട്ടാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ മേലോട്ട് കയറണം. ഇതുവഴി കയറാൻ ഇച്ചിരി ടാസ്ക്കാണ്. അതാണ് ബ്രോ കേട്ടോ. അതുകൊണ്ട് ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, പക്ഷേ അത് നടക്കത്തില്ല. ഇച്ചിരി ടാസ്ക്കാണ്. അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നതിന് മുമ്പേ അകത്ത് കയറണം. ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും രണ്ട് ടെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഓൾറെഡി ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു. ഒരു ടെൻ്റ് മതിയായിരുന്നു, പക്ഷേ ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് മര്യാദയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാഗി ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ കഴിച്ച് പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം തണുപ്പ് വരുന്നതിന് മുമ്പേ. ഇപ്പം തന്നെ 1 ഡിഗ്രിയാണ്. നമ്മൾ ഈ ഇത്രയും നടന്ന് ഈ പണിയെല്ലാം എടുക്കുന്നതുകൊണ്ട് തണുപ്പ് അറിയുന്നില്ല. അധികം തണുപ്പ് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് അകത്ത് കയറണം. 2 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി ഇത് ഇപ്പോൾ വന്നിട്ട് പുള്ളിയുടെ സ്ഥലമാണ്. 500 രൂപ വേണമെന്ന് പറഞ്ഞു. പ്രൂഫ് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു മേളിൽ നിന്നൊരു പുള്ളിക്കാർ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. പുള്ളി അപ്പം പെർമിറ്റ് കാണിക്കാൻ, അതായത് ഈ ബേസ് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ പെർമിറ്റ് വേണം. പെർമിറ്റ് കാണിക്കാൻ പറഞ്ഞു. പെർമിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ഉണ്ട് ഒറ്റ ഓട്ടം. വീഡിയോ ഓണാക്കിയപ്പോഴത്തേക്കിന് പുള്ളി ഓടി കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി കിടക്കണം. പുറത്ത് നല്ല ചൂടുണ്ട്. ഇപ്പം ഞാൻ അതിനകത്തോട്ട് കയറിയപ്പോൾ കുഴപ്പമില്ല. ഒരു പുള്ളി വന്നിട്ട് പൈസ ചോദിച്ചു, ഇവിടെ ടെൻ്റ് അടിക്കണമെങ്കിൽ 500 രൂപ തരണം. അപ്പം നമ്മൾ കയ്യിൽ പെർമിറ്റൊക്കെ കാണിച്ചപ്പോൾ പുള്ളി വീഡിയോ ഓണാക്കിയപ്പോൾ പുള്ളി പോയി ഓടി ഇവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ശരിയെന്നാ, ബാക്കി നാളെ വേണ്ട. 7 മണി ആയേ ഉള്ളൂ. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നല്ല തണുപ്പുണ്ട്. കയറി കിടന്ന് ഉറങ്ങണം. അപ്പം ബൈ.